ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ ഒരു സീരീസോ സിനിമയോ കണ്ടിട്ട് റിക് ബാനോയോട് തോന്നിയ പോലെ ഒരു പ്രണയം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല കേട്ടോ. ഈ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ഇപ്പൊ അത്യാവശ്യം പോപ്പുലറായിട്ട് ഓടുന്ന ഒരു സീരീസാണ് ദാൻ ടൈം. ദാൻ ടൈം എന്നുള്ള സീരീസിൽ കൈൽ ടേണർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് എറിക് ബാന പ്രസന്റ് ചെയ്യുന്നത്. വളരെ നല്ല ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം റിലേഷൻഷിപ്പിനോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്, നല്ല കെയർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ലൈഫിൽ സംഭവിച്ച ഒരു ലോസ് അതിനൊക്കെ ഇപ്പോഴും വളരെ ഡീപ്പ് പെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ആസ് എ ഫെഡറൽ ഏജന്റ് ആൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസ്റ്റൻസിങ്ങും സീക്രട്സ് കീപ്പ് ചെയ്യുന്നതും എന്നാൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ ടേണർ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ടാണ് സ്ക്രിപ്റ്റ് പിന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിനോട് ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നും. അതുപോലെ ഈ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ലൊക്കേഷനാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷ് കൊളംബിയ, അതുപോലെ തന്നെ ചൈന, ഇവിടെ പല ലൊക്കേഷനിലാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. ഒരു അഡ്വർടൈസ്മെന്റിലൊക്കെ നമ്മൾ കാണുന്ന ഷോട്ടുകളില്ലേ, അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേൽസ് ആണ് ഈ സീരീസ് മുഴുവനും. അതുപോലെ തന്നെ ഹോഴ്സിന്റെ പുറത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ. ഇതുപോലെ ഒരു മൗണ്ടൻ ലിവിങ്, അതിന് ചുറ്റുമുള്ള ആ പ്രെമിസസിലുള്ള ഒരു ചെറിയ ഒരു ക്രൗഡ്, അവരുടെ നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ ഒരു ഒരു കുറെ എന്താ പറയുക, ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ സീരീസിൽ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോകുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ലോങ് പ്രോസസ്സാണ്. അത്യാവശ്യം നന്നായിട്ട് പിന്നെ ടേണർ അത് ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ടേണറിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് ഏജന്റ് വേസ്കേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ലിലി സാൻഡിയൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ആക്ട്രസ് ആണ്. അവർ ഇങ്ങനെ ശരിക്കും ഇവരുടെ ഒരു കോംബോ സ്ക്രീനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ടുവേർഡ്സ് എൻഡൊക്കെ വരുമ്പോഴേക്കും ഇതിൽ ഒരു നമ്മൾ പണ്ടത്തെ നമ്മുടെ പൈങ്കിളി സെറ്റപ്പിലുള്ള പഴയ കഥകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ലെവലിലേക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഡിക്ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യൊന്നുമില്ല. പക്ഷെ സ്ക്രിപ്റ്റിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയ്ക്കൊക്കെ പോകണമായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ സ്ക്രിപ്റ്റ് ഒന്ന് താഴുന്നുണ്ട്. പക്ഷെ സീരീസ് കണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ. ഇതൊരു ലിമിറ്റഡ് സീരീസാണ്, 6 എപ്പിസോഡ് മറ്റേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്ന സംഭവമാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് എറിക് ബാനനെ കണ്ടിരിക്കാമല്ലോ, അതൊരു ഭയങ്കര സംഭവമല്ലേ.